രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പണി കഴിപ്പിച്ച കോടികൾ മൂല്യമുള്ള ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരൊറ്റ വീഡിയോ പങ്കുവച്ച് ഗായിക KS ചിത്ര. ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതോ പറയാൻ പാടില്ലാത്തതോ അവർ ചെയ്തു പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന സൈബർ ഗുണ്ടായിസം. ഇതിനേക്കാൾ വലിയ പ്രസ്താവനകൾ നടത്തുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ഒരു സമുദായത്തെ മുഴുവൻ കളങ്കപ്പെടുത്തുകയും ചെയ്തവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പീഡകരും കൊലപാതകികളും റേപ്പിസ്റ്റുകളും നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇടത് വലത് വക്താക്കളും അടങ്ങുന്ന ഒരു നാട്ടിൽ. ആ നാട്ടിൽ ഒരു ഗായിക പറയുന്നു രാമരാമ മന്ത്രം ജപിക്കണമെന്ന്. അതാണ് ആ നാട് കണ്ട ഏറ്റവും വലിയ തെറ്റ്. കഷ്ടം, പരമ കഷ്ടം. ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ ശേഷിയില്ലാത്ത സൂരജ് സന്തോഷിനെ പോലെയുള്ള ഗായകരോട് തിരിച്ചു പറയാനുള്ളതും അതുതന്നെയാണ്. കഷ്ടം, പരമ കഷ്ടം. ഗായിക KS ചിത്രയ്ക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിക്കണമെന്നും വീടിന്റെ നാനാഭാഗത്തും 5 തിരിയിട്ട വിളക്ക് തെളിയിക്കണമെന്നും ഗായിക KS ചിത്ര വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്തത്. ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണം KS ചിത്രയ്ക്കെതിരെ നടക്കുന്നത്. രാമക്ഷേത്രത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് KS ചിത്ര നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ അതൊരു രൂക്ഷമായ വിമർശനമാണ് പലരും ഉന്നയിക്കുന്നത്. എണ്ണമറ്റ കൂട്ടക്കൊലകളുടെ രക്തത്തിൽ കുതിർത്ത് ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയപ്പെട്ട വാനമ്പാടി താങ്കൾ ദീപം തെളിയിച്ച് സ്വാഗതമരുളുന്ന രാമക്ഷേത്രത്തിനുള്ളതെന്ന് ശ്രീചിത്രൻ പറയുന്നു. നമ്മുടെ നാട്ടിലെ സംഗീത ലോകം താങ്കളെ പോലെ ചരിത്രശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനമ്പാടിയായി നിലനിർത്തുന്നു. സുഗതമല്ലാത്ത സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമസ്ത ലോക സുഖി മന്ത്രം പോലെ അസുഖകരമായ അപശ്രുതി മറ്റൊന്നുമില്ല. വാനമ്പാടി, ശ്രുതി അസൂയപ്പെടും. ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അപശ്രുതിയിൽ അനുശോചനങ്ങൾ എന്നാണ് ശ്രീചിത്രൻ പങ്കുവച്ചത്. എന്നാൽ KS ചിത്ര പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് പോലും ഈ ശ്രീചിത്രൻ ചിന്തിക്കുന്നില്ല. KS ചിത്ര ഹിന്ദുവായതുകൊണ്ട് അത് മാത്രമാണ് പ്രശ്നമായത്. ബാബറി മസ്ജിദ് എന്ന പള്ളി പൊളിച്ചു മാറ്റി അവിടെ അമ്പലം പണിയുന്നു എന്നാണെങ്കിൽ ആ പൊളിച്ചു മാറ്റി എന്ന് പറയപ്പെടുന്ന പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായി തൊട്ടപ്പുറത്ത് പണി കഴിപ്പിക്കുന്നുണ്ട്. അതേ പള്ളിയുടെ ഉദ്ഘാടനത്തിനും ഇതേപോലെ പ്രസ്താവനകളും ആൾക്കാരും രംഗത്തെത്തിയേക്കാം. പിന്നെ ഈ പറയുന്ന KS ചിത്ര ഹിന്ദു ആയതുകൊണ്ട് അവരൊരു വിശ്വാസിയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടുമുള്ള ചില പുരോഗമനവാദികളുടെ അപശ്രുതി മാത്രമാണിത്. നേരെ മറിച്ച് KS ചിത്ര നിങ്ങൾ ആരും അയോധ്യയിലേക്ക് പോകരുതെന്നോ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യാതൊരുവിധ പ്രോത്സാഹനവും വീട്ടിലിരുന്നു പോലും നൽകരുത് എന്നുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പറയുന്നവർ തന്നെ KS ചിത്രയ്ക്ക് കൈകൊട്ടിയേനെ. ഇത്രയേറെ വർഷങ്ങളായി KS ചിത്ര എന്ന ഗായികയെ, വിശ്വാസിയെ കേരളത്തിനൊക്കെ അറിയാം. അവരിതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും രാഷ്ട്രീയ സംഭവങ്ങളിലും ഇടപെട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ പൊതുവെയുള്ളൊരു കോൺസെപ്റ്റാണ് ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ അത് RSS ആണെന്നും ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് BJP ആണ് എന്നുമുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്ന മരമണ്ടന്മാരായ ഒരു കൂട്ടം ആളുകൾ KS ചിത്രയ്ക്കെതിരെ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും ഒടുവിൽ ചിത്രയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗായകൻ സൂരജ് സന്തോഷ് രംഗത്തെത്തി. പള്ളി പൊളിച്ചാണ് അമ്പലം പണിതതെന്ന വസ്തുത മറക്കുന്നുവെന്നും എത്രയെത്ര KS ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നുവെന്നും സൂരജ് പറഞ്ഞു. വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി. എത്രയെത്ര KS ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു. കഷ്ടം, പരമകഷ്ടം എന്നായിരുന്നു സൂരജ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കേവലം ഒരാഴ്ച മാത്രം ശേഷിക്കെയാണ് കേരളത്തിൽ നിന്ന് ഇത്തരം ഒരു വിവാദം ആളിക്കത്തുന്നത്. എഴുത്തുകാരി ഇന്ദു മേനോനും ഈ വിഷയത്തിൽ ചിത്രയെ വിമർശിച്ച് രംഗത്തെത്തി. വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇന്ദു മേനോൻ പ്രതികരിച്ചത്. കുയിലായിരുന്നുവെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചവർ കള്ളിപ്പൂങ്കുയിലാണെന്നാണ് ഇന്ദു മേനോന്റെ പോസ്റ്റിൽ പറയുന്നത്. നേരത്തെ ചിത്രയുടെ വീഡിയോ ഒരു തമിഴ് മാധ്യമമാണ് പങ്കുവച്ചിരുന്നത്. അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി 22 നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:30 ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ വൈകുന്നേരം 5 തിരിയിട്ട വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു ചിത്ര പറഞ്ഞത്. എന്തുകൊണ്ട് KS ചിത്രയെ ഈ വാക്കുകൾക്ക് ഇത്രമാത്രം ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ
ഉത്തരം വളരെ വളരെ ലളിതമാണ്. അതിനുത്തരം അത് KS ചിത്ര ആയതുകൊണ്ട് എന്ന് തന്നെയാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു ഫാൻ ബേസ്ഡ് അറ്റാക്കും തിരിച്ചുണ്ടാവില്ല എന്നുറപ്പുള്ളത് കൊണ്ട്, കോടതിയും കേസും കൂട്ടവുമായി KS ചിത്ര ഇറങ്ങിത്തിരിക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ട്, മറ്റൊരാളെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാൻ സൈബർ സ്പേസ് എന്ന വൃത്തികെട്ട ഇടം ഉപയോഗിച്ച് വലിപ്പച്ചെറുപ്പമില്ലാതെ കാണിച്ചു കൂട്ടുന്ന നെറികേട് തന്നെയാണ് KS ചിത്രയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണം. ഈ മരമണ്ടന്മാരുടെ ആക്രമണത്തിൽ ഉലയുന്ന വൻമരമല്ല KS ചിത്ര. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയും KS ചിത്രയ്ക്കൊപ്പം.